Hello, welcome back to yet another episode of Some Silly Sharings. And finally, we are inside the first cave of Nia Caves. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന കേവ് ഇതാണ്. And this cave is named as the Trader's Cave and it is quite big. വലിയൊരു കേവാണ്. ഇങ്ങനെ കുറേ വുഡൻ പ്ലാങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആദ്യം ഐ വാസ് ഇൻ ഡൗട്ട് എന്താ ഈ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ട്രേഡേഴ്സ് കേവ്, ലൈംസ്റ്റോൺ കേവാണ് കേട്ടോ. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഈ വുഡൻ സംഭവങ്ങളൊന്നും അതിൻ്റെ ഒരു സ്റ്റാൻഡല്ലേ, അവിടുത്തെ റൂഫിൾസ് ഹട്ട്സിൻ്റെ റെമനൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. പണ്ട് ഇവിടെ ബേർഡ്സ് നെസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ വില്ലേജേഴ്സൊക്കെ ഇവിടെ നിന്നിട്ട് അവർ ഉണ്ടാക്കിയ ആ ഹട്ട്സിനാണ് നമ്മൾ റൂഫിൾസ് ഹട്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ റെമനൻസ് ആണ് ഈ കാണുന്നത്, ഈ മരങ്ങൾ. ഈ അയൺ സംതിങ് ആൻഡ് വേറെ എന്തിൻ്റെ മിക്സായിട്ട് അവർ ഉണ്ടാക്കിയതാണ്. ഇനി നമ്മൾ പോകുന്നത് ഗ്രേറ്റ് കേവിലേക്കാണ് ഗൈസ്. വണ്ടർഫുൾ. See how huge it is. നാലായിരം വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഹ്യൂമൻ ഫോസിൽസ് കിട്ടിയ ഏൻഷ്യൻറ്റ് ഹ്യൂമൻ ഫോസിൽസ് 40,000 ഇയേഴ്സിന് മുന്നേ കിട്ടിയ ആ ഒരു സ്ഥലമാണത് ഗ്രേറ്റ് കേവ് എന്ന് പറയുന്നത്. അല്ലേ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടാകും, അതുകൊണ്ടാണല്ലോ അവരുടെ ഫോസിൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയത്. ആൻഡ് വേൾഡ്സിൽ തന്നെ ഹ്യൂമൻ ഫോസിൽ അത്രയും പഴക്കം ചെന്നത് ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്തത് ഇവിടുന്നാണ്. പണ്ട് എക്സ്കവേറ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഫെൻസ് ചെയ്തൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾസോ നമ്മൾ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ പഴയ സോയിലൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സർഫസ് കൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. ഓൾസോ നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് കുറേ വുഡൻ പ്ലാങ്ക്സ് ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റെയർസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതർവൈസ് ഇറ്റ് വിൽ ബി ഹ്യൂജ് റോക്സ്, പാറക്കഷ്ണങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു കേവിൽ നിന്ന് അടുത്ത കേവിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനോ നടക്കാനൊന്നും പറ്റില്ല. ബട്ട് ദിസ് വാസ് ഫോർ ആർ കൺവീനിയൻസ്. ആൻഡ് ഹൈറ്റൊക്കെ പേടിയുള്ള ആൾക്കാർ ഇത് ശ്രദ്ധിക്കണം. ഇറ്റ് വാസ് ടു ഡിഫിക്കൽട്ട് ഫോർ us to climb these stairs. വീഡിയോസൊന്നും എനിക്ക് ഒറിജിനൽ വീഡിയോയിലല്ല സൗണ്ടിൽ ഇടാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷേ ഇതിൽ ഫുള്ള് ഞാൻ വീസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ട്രേഡേഴ്സ് കേവിൻ്റെ അകത്ത് കയറി വീണ്ടും പുറത്തിറങ്ങി നമ്മൾ വീണ്ടും ഒരു ഇങ്ങനത്തെ വുഡൻ പ്ലാങ്ക്സിൻ്റെ ഒക്കെ മുകളിലൂടെ നടന്നിട്ട് വേണം നെക്സ്റ്റ് കേവ് ആയിട്ടുള്ള ഗ്രേറ്റ് കേവ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് വിൽ ടേക്ക് അനദർ 8 to 10 minutes to get there. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഗ്രേറ്റ് കേവിലാണ്. ആൻഡ് ദിസ് ഇസ് ദ കേവ്. വലിയ കേവാണ്. ആൻഡ് അവിടെ ദൂരെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇരുട്ടിലേക്ക് ഒരു സ്റ്റേഴ്സ് പോകുന്നുണ്ട്. നമ്മൾ ആ സ്റ്റേഴ്സിലേക്കാണ് പോകേണ്ടത്, കാരണം അവിടെയാണ് ദ നെക്സ്റ്റ് കേവ് ഉള്ളത്. ഭയങ്കര ഇരുട്ടാണ്. ആ ഇരുട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. സോ വി ഷുഡ് ഗോ ആൻഡ് സീ ദാറ്റ് ഗൈസ്. ഇഫ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് സൈഡ്. ഇറ്റ്സ് വെരി ഡാർക്ക് ദെയർ. പക്ഷെ നമ്മളെന്തായാലും പോവാണ്. ലെറ്റ്സ് ഹെഡ് ടു ദിസ് അഡ്വെഞ്ചർ ഗൈസ്. ലെറ്റ്സ് സീ വാട്ട്സ് ദെയർ. എൻ്റെ ദൈവമേ, കെൻ യു സീ ദാറ്റ് ഗൈസ്? എനിക്കറിയില്ല ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ഭയാനത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത്. ബട്ട് ഇവിടെ വന്ന് തന്നെ കാണണം നിങ്ങൾ. നിങ്ങൾ ആ സ്റ്റേഴ്സ് കാണുന്നുണ്ടോ? ഇത് സ്റ്റേഴ്സാണ് കേട്ടോ. ഇതിലേ വേണം നമുക്ക് കയറിപ്പോവാൻ. ഇറ്റ്സ് സോ ഹ്യൂജ് ഗൈസ്. ഇതൊരു ലോകമാണ്. ഇവിടെ ആൾക്കാർ എത്ര സേഫായിട്ടായിരിക്കും അന്ധകാലത്തിൽ നിന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്. മഴയൊന്നും ഇല്ലാണ്ട്, വെയിലൊന്നും ഇല്ലാണ്ട്, ലൈക്ക് ദെയർ ഹോം. This is beautiful and mind-blowing guys, mind-blowing. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചേ ഇല്ല ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ എനിക്ക് കാണാൻ പറ്റും എന്നുള്ളത്. അതെ. ആൻഡ് see this guys. മെല്ലെ കയറി നമുക്ക് സ്റ്റോപ്സ് എടുത്ത് കയറാം. അതേ പറ്റുള്ളൂ ഇവിടെ. ആ ഒരു ഹിസ്റ്ററീനൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലത്തെ കളേഴ്സും ടെക്സ്ചറൊക്കെയാണ് ഈ വലിയ വലിയ സ്റ്റോൺസിനും ഈ വലിയ വലിയ എന്താ പറയുക കാട്ടിയത്.
ഗൈസ് നല്ല ഇരുടായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ടോർച്ച് വേണമെങ്കിൽ. അങ്ങനെ ഗ്രേറ്റ് കേവിൻ്റെ അകത്തേക്ക് കയറിയപ്പം ഈ സ്റ്റെയറും കടന്ന് നമ്മൾ പോകുമ്പോൾ വീണ്ടും വീണ്ടും അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചൊരു പേടിയാവും. അകത്തേക്ക് തീരെ വെളിച്ചമില്ല. യു ഹാവ് ടു കം വിത്ത് എ വെരി ഗുഡ് ലൈറ്റ്. ഓൾസോ ഇവിടുത്തെ സ്റ്റെയർസിൻ്റെ ആ ഒരു ഹാൻഡ് റെയിൽസിലൊക്കെ ബാറ്റ്സിൻ്റെയും വേറെ ബേർഡ്സിൻ്റെ ഒക്കെ എക്സ്ക്രീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പിടിച്ച് നല്ല സേഫായിട്ട് നടക്കണമെങ്കിൽ യു ബെറ്റർ വേറെ ഗ്ലൗസ് ഓർ സംതിങ്. പിന്നെ ടു ബി ഓൺ എ സേഫർ സൈഡ് പെട്ടെന്ന് ഒരു ആംഗിൾ സ്പ്രെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മസിൽ റിലാക്സൻറ്റ് ഒഴി സച്ച് സ്പ്രേസ് ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നത്. അടുത്ത വിശേഷങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഡാർക്ക് സൈഡിലേക്ക് പോവുകയാണ് ഈ കേവ്സിൻ്റെ. അത് ഞാൻ അടുത്ത വ്ളോഗിലായിട്ട് ഷെയർ ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.